ഹായ് ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ യൂണിറ്റ് 7 ആണ്. ഡയഗ്രമാറ്റിക് ആൻഡ് ഗ്രാഫിക് പ്രസൻറ്റേഷൻ. ഡയഗ്രമാറ്റിക് ആൻഡ് ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഈ ഒരു യൂണിറ്റിൻ്റെ ഹെഡിങ് തന്നെ പറയുന്നത് എന്ത് ചാപ്റ്ററാണ്, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഡയഗ്രാംസും അതുപോലെ ഗ്രാഫ്സുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഓക്കെ, അതിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നു. ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഈ വിഷ്വൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ ഡാറ്റയുടെ പ്രാധാന്യം എന്താണ്, അതേപോലെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനിൽ എന്താണെന്നുള്ളതും, പിന്നെ റോൾ ഫോർ പ്രിപ്പയറിങ് ഡയഗ്രാം. നമ്മളൊരു ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട റൂൾസുകൾ എന്തൊക്കെയാണ്, ദെൻ ടൈപ്സ് ഓഫ് ഡയഗ്രാം, പിന്നെ വൺ ഡയമെൻഷണൽ ബാർ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, അതുപോലെ പൈ ഡയഗ്രാം എന്താണ്, പിന്നെ സ്ട്രക്ചർ ഡയഗ്രാം, ഓർഗനൈസേഷണൽ ചാർട്ട്, ഫ്ലോ ചാർട്ട്, ഗ്രാഫിക് പ്രസൻറ്റേഷൻ, ഗ്രാഫ് ഓഫ് ടൈം സീരീസ്, ഗ്രാഫ് ഓഫ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഗ്രാഫ് ഓഫ് മോർ ദാൻ വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, പിന്നെ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ചാപ്റ്റർ എന്തുള്ളതാണ് നമ്മൾ പറഞ്ഞു. ഒരു ഗ്രാഫ് പ്രസൻറ്റേഷനാണ് ഇവിടെ പ്രധാനമായിക്കൊണ്ടും ഇവിടെ നടക്കുന്നത്. ടാബുലേഷനും അതുപോലെ എന്താണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയും. ഓക്കെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് വിഷ്വൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അതിൽ അധികം പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ എന്താണ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ റോൾസ്, പിന്നെ അതിൽ ടൈപ്സാണ്. ടൈപ്സ് ഓഫ് ഡയഗ്രാംസ്. ഇതിൽ രണ്ട് ടൈപ്പാണ് വരുന്നുണ്ട്. വൺ ഡയമെൻഷണൽ ബാർ ഡയഗ്രാം, അതുപോലെ അതിന് തന്നെ അതിന് സബ് ടൈപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ. വൺ ഡയമെൻഷണൽ ബാർ ഡയഗ്രത്തിന് രണ്ടിൽ വരുന്നതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം, അതേപോലെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. അതിൽ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് 1 മുതൽ അല്ലെങ്കിൽ പ്ലസ് 2 മുതൽ നമ്മൾ കേട്ട് വരുന്നൊരു പേരാണ് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ ഡയഗ്രാംസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൽ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പം ഹിസ്റ്റോഗ്രാം പോലെ അതെന്തായിരിക്കും, ഒരൊറ്റ ബാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഓരോ ബാറും തമ്മിൽ. ഇതിൽ ഓരോ ബാറും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ള, അതുപോലെ ഓരോ ബാറും സെയിം സൈസ് ആയിരിക്കും. സൈസ് മീൻസ് അതിൻ്റെ വിഡ്ത്ത് സെയിം ആയിരിക്കും, ലെങ്ത്തിലാണ് മാറ്റം ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഉള്ളായിരുന്നത് എന്തായിരുന്നു, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പം ഈ ഒരു ബാർ ഡയഗ്രാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടു സിമ്പിൾ ബാർ ഡയഗ്രാം, അതായത് അത് ഒറ്റ ലൈനായിട്ടല്ലേ ഉള്ളൂ, അത് സിമ്പിളാണ്. ഇനി മൾട്ടിപ്പിൾ ആകുമ്പോൾ എന്താണ്, കമ്പൈൻ ചെയ്തിട്ടുള്ള ബാർ ഡയഗ്രാം ഉണ്ടോ. ഇവിടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ്, ബാർ ഡയഗ്രാം തന്നെ മൾട്ടിപ്പിളായിട്ട് കൊടുക്കാം. കമ്പൈൻ ചെയ്തിട്ട് ഒന്ന് 3-4 എന്തെങ്കിലും കമ്പൈൻ ചെയ്തിട്ടുള്ള ഡയഗ്രാം ആകുമ്പോൾ എന്താണ്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആയിരിക്കും. ഓക്കെ, അതിന് ഓരോന്നിനും ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഓഫ് വൈറ്റ് ആയിട്ട് വരുന്നത് കെമിക്കൽ, പിന്നെ ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്നത് എൻജിനീയറിങ്, ദെൻ പിന്നെ ഒരു എന്താണ്, ഒരു നെറ്റ് അല്ലെങ്കിൽ ഒരു നെറ്റിലിൻ്റെ ഉപയോഗത്തിൽ വരുന്ന സർവീസസ്, പിന്നെ ഫുഡിൻ്റെ എന്താണ്, അതും ഒരു ഡാർക്ക് ഷെയ്ഡ്, ഓൾമോസ്റ്റ് ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാമാണ്. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള സിമ്പിൾ ബാർ ഡയഗ്രാം തന്നെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒറ്റ ബാർ ഡയഗ്രാം തന്നെ ഡിവൈഡ് ചെയ്തിട്ട് സബ് പാർട്ടുകളാക്കിയിട്ട് മാറ്റുക. ഓക്കെ, അതിന് ഫോർമാറ്റ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോ എക്സാമ്പിൾസ് ഇതിലുണ്ട്, ടെക്സ്റ്റിലെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ എന്താണ് സബ് ഡിവൈഡ് ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ കൂടെ കണ്ടാവും, ഇവിടെ ഒരൊറ്റ ബാർ ഡയഗ്രാം തന്നെ ഡിഫറെൻറ്റ് ഭാഗമായിട്ട് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത് സിമ്പിൾ ബാർ ഡയഗ്രാമത്തിൽ. അതിന് ഓരോന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് 1994 to 1995 വരെ കൊടുത്തിട്ടുള്ളതിൽ എത്ര ഭാഗമുണ്ട്, 1, 2, 3, 5 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ 210, അതുപോലെ 86, 275, 95, 91 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നും ഇപ്പോൾ മേലെ കണ്ടോ, USA, ഹോങ്കോങ്, മലേഷ്യ, സിംഗപ്പൂർ, ജർമ്മനി, ഓരോ കൺട്രീസിൻ്റെ ഒരു ഡാറ്റയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ സബ് ഡിവൈഡഡ് ചെയ്യുന്ന നമ്മളെന്ത് പറയാം, സബ് ഡിവൈഡ് ബാർ ഡയഗ്രാം എന്നുള്ള ടൈമിൽ അറിയപ്പെടാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് പൈ ഡയഗ്രാമാണ്. പൈ ഡയഗ്രാം എന്ന് പറയുമ്പം അത് ഒരു സ്ക്വയർ ആയിരിക്കും. പൈ ഡയഗ്രാം എന്നുള്ളത് നമ്മൾ ഒരു 360 ഡിഗ്രി ഇതിൽ വരുന്ന ഒരു ഇപ്പോൾ എന്തായിരിക്കും, സ്ക്വയറിൽ വരുന്നതാണ്
പൈ ഡയഗ്രാം. അതിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് തിരിക്കും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ 56.4%, 80.2%, അങ്ങനെ നമ്മൾ ഓരോ സ്ക്വയറിനെ ഡിഫറെൻറ്റ് ഭാഗങ്ങളായിട്ട് തിരിക്കുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, പൈ ഡയഗ്രാം എന്നുള്ള ടൈമിൽ അറിയപ്പെടാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിനൊക്കെ ഓരോ എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കണേ എക്സാമിന് പോകുന്നതിന് മുന്നായിട്ട്. ഇനി ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഏരിയ സ്ട്രക്ചർ ഡയഗ്രാം. ഡയഗ്രത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ പ്രധാനമായും കൊണ്ടും 2 ടൈപ്പായിട്ട് വരുന്നുണ്ട്, ഓർഗനൈസേഷണൽ ചാർട്ടും അതുപോലെ ഫ്ലോ ചാർട്ടും. ഓക്കെ, 2 ഡയഗ്രാംസിൻ്റെ ടൈപ്സാണ് ഓർഗനൈസേഷണൽ ചാർട്ടും ഫ്ലോ ചാർട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഓർഗനൈസേഷൻ ചാർട്ടിൽ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു ഫോർമാറ്റ്, അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയുന്നുണ്ട്. വിസിറ്റർ, ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിംഗ് ബോർഡ്, അക്കാദമിക് കൗൺസിൽ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ, ഫിനാൻസ് കമ്മിറ്റി, പിന്നെ വൈസ് ചാൻസലറിൻ്റെ അണ്ടറിലായിട്ട് വൈസ് ചാൻസലേഴ്സ്, ഇത് സ്കൂൾസ്, ഡിവിഷൻസ്, സെൻറ്റർ. സ്കൂൾസിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, ഹെൽത്ത് സർവീസ് സയൻസസ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, ലോ ആൻഡ് സയൻസ്. ദെൻ ഡിവിഷൻസിൻ്റെ കേസിൽ അഡ്മിനിസ്ട്രേഷൻ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് മീഡിയ സെൻറ്റർ, ലൈബ്രറി ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ലൈബ്രറി ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ഇവല്യൂഷൻ, അക്കാദമിക് കോർഡിനേഷൻ, ക്യാമ്പസ് മെയിൻ്റനൻസ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, മെറ്റീരിയൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റീജിയണൽ സർവീസസ് ട്രേഡ്, സെൻറ്റർ ഫോർ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതാണ് ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചാർട്ടാക്കിയിട്ട് മാറ്റുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, ഓർഗനൈസേഷൻ ചാർട്ട് എന്നുള്ള രീതി അറിയപ്പെടും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഫ്ലോ ചാർട്ട്. എങ്ങനെയാണ് ഫ്ലോ ചാർട്ട്, എങ്ങനെയാണത് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയത് കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റിംഗ് ചാനൽ ഫോർ ഫ്രൂട്ട്, ഒരു ഫ്രൂട്ടിൻ്റെ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഗ്രോവേഴ്സ്, പ്രോസസ്സേഴ്സ്, പ്രീ ഹാർവെസ്റ്റ്, കോൺട്രാക്ടേഴ്സ്, കമ്മീഷൻ ഏജൻറ്റ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാർക്കറ്റ്, എക്സ്പോർട്ട്, ഹോൾസെയിൽ, റീറ്റെയിൽ, കൺസ്യൂമർ. ആ ഒരു ഫ്ലോയിൽ ഇതിൻ്റെ ഒരു ആരോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ആരോ മാർക്ക് എങ്ങനെയാണോ എന്നുള്ളത് അതിൻ്റെ ആ ബേസ് നമ്മൾ മനസ്സിലാക്കണം. ഫ്ലോ ചാർട്ട് ഏകദേശം ഈ ഫ്ലോ ചാർട്ടും അതുപോലെ ഓർഗനൈസേഷണൽ ചാർട്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നിരുന്നാലും അതിനൊരു ടെക്നിക്കൽ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫിക് പ്രസൻറ്റേഷനാണ് നോക്കാനുള്ളത്. ഗ്രാഫിക് പ്രസൻറ്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഒത്തിരി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പാർട്ട് ഓഫ് ഗ്രാഫിൻ്റെ ഭാഗങ്ങൾ, ഇപ്പം ഗ്രാഫുകളാകുമ്പം അതിൽ ക്വാഡ്രാൻറ്റ് 1, 2, 3, 4 അങ്ങനെ കൃത്യമായി കൊണ്ട് എന്ത് ചെയ്യാം, ഗ്രാഫിനെ പാർട്ടുകളാക്കിയിട്ട് തിരിക്കാം. ദെൻ ഗ്രാഫ് ഓഫ് ടൈം സീരീസ് നമ്മൾ ഗ്രാഫ് ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്റോഗ്രാം ഓൺ നാച്ചുറൽ സ്കെയിൽ, നമ്മളൊരു ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റുകൾ. ഓക്കെ, ഇനി ഗ്രാഫ് ഓഫ് 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇതിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും, മറ്റേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. അത്രയും കേസിൽ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഫാൾസ് ബേസ് ലൈൻ. പിന്നെ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രാഫ് ഓഫ് മോർ ദാൻ 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. മോർ ദാൻ 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ ഗ്രാഫുകൾ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒന്നിൽ കൂടുതൽ ഐറ്റംസ്, ഇപ്പോൾ സെയിൽസ്, കോസ്റ്റ് ഓഫ് സെയിൽസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ കൃത്യം ഒന്നിൽ കൂടുതൽ ഐറ്റംസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഗ്രാഫ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ ആയിരിക്കും അതിൻ്റെ ഒരു പെർഫോമായിട്ട് വരാം. ഓക്കെ, അതേസമയം നമ്മൾ കണ്ടു വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും, ഒരൊറ്റ ലൈനേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, മറ്റേത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈൻസുകൾ വരും. ഓക്കെ, ഇനി ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് ഗ്രാഫിൽ എന്നുള്ളതാണ്. അതിൽ വൈ ആക്സിസും എക്സ് ആക്സിസും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിൽ ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ, ഹിസ്റ്റോഗ്രാമും അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി പോളിഗണും ഇവിടെ പറയുന്നു. പിന്നെ നോക്കാനുള്ളത് എന്താണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എങ്ങനെയാണ് എന്നുള്ളത്, അതിൻ്റെ നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു ഈ ഒരു ഏരിയാസിൽ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ അതിൻ്റെ പ്രോബ്ലംസും ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ മോർ ദാൻ അജീവും അതുപോലെ ഡിസ്താൻ മെത്തേഡും മോർ ദാൻ മെത്തേഡും ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ നമ്മൾ 2 ടൈപ്പായിട്ട് കാണിക്കും, മോർ ദാനും ലെസ് ദാനും. ഓക്കെ, അതിനൊരു ഫോർമാറ്റ് ആയിരിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഈ സമ്മപ്പ് ഇതിൻ്റെ സമ്മറി ആയിട്ട് നോക്കാം. ഓക്കെ, അതിൽ സമ്മപ്പിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നോട്ട് ഓൺലി റിക്വയർ ഈ കെയർഫുൾ അനാലിസിസ് ബട്ട് ആൾസോ എൻഷേഴ്സ് ആൻഡ് അട്രാക്റ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഡിസ്പ്ലേ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നുള്ളത് എന്തല്ല, എന്തിന് മാത്രമുള്ളതല്ല, നോട്ട് ഓൺലി റിക്വയർ എ കെയർഫുൾ അനാലിസിസ്, ഒരു കെയർഫുൾ അനാലിസിസിന് മാത്രം ഉള്ളതല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നുള്ളത്, ബട്ട് ആൾസോ എൻഷേഴ്സ് ആൻ അട്രാക്റ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഡിസ്പ്ലേ. എന്താണ് ഒരു അട്രാക്റ്റീവ്നെസ്സും അതേപോലെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു എന്താണ് ഒരു ഏരിയയാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയെ നമുക്ക് പറയാം. ദ വർക്ക് ഓഫ് ദ റിസർച്ചർ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്റ്റ് ഓഫ് ദ ഡാറ്റ ഹിംസെൽഫ് herself and also presenting them in such form that their significance may be understandable to common leader. അതായത് ഇവിടെ ചെയ്യുന്ന എന്താണ്, ഇവിടെ റിസർച്ചറുടെ വർക്ക് അയാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഡാറ്റയുടെ ഫാക്റ്റുകൾ മനസ്സിലാക്കുന്നു, അത് പ്രസൻറ്റ് ചെയ്യുന്നു. എങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റ് അതുപോലെ അണ്ടർസ്റ്റാൻഡബിൾ കോമൺ റീഡർ, ഒരു കോമൺ റീഡർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, ക്ലാസിഫിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ പ്രസൻറ്റേഷൻ, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്, ഈ ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ദിസ് യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു ഡിസ്കസ് ദ ടെക്നിക്സ് ഓഫ് ഡയഗ്രാമാറ്റിക് ആൻഡ് ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. Then besides presenting the data in the form of table, ഡാറ്റ എങ്ങനെയൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, ടേബിളായിട്ട്. ഡാറ്റ ക്യാൻ ആൾസോ പ്രസൻറ്റ് ഇൻ ഫോം ഓഫ് ഡയഗ്രാംസ് ആയിട്ട് ആൻഡ് ഗ്രാഫുകളായിട്ട്. സച്ച് വിഷ്വൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, ഇത്തരം വിഷ്വൽ പ്രസൻറ്റേഷനെ നമുക്ക് അലോ ചെയ്യുന്ന റിലേഷൻ ബിറ്റ്വീൻ നമ്പേഴ്സ് ടു ബി എക്സിബിറ്റഡ് ക്ലിയർലി ആൻഡ് അട്രാക്റ്റീവ്ലി, ക്ലിയർ ആയിക്കൊണ്ടും അതുപോലെ അട്രാക്റ്റീവ് ആയിക്കൊണ്ടും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൻ്റെ റിലേഷൻ നമുക്ക് മനസ്സിലാക്കാം. Then makes a quick comparison between two or more data set easier, bring out a hidden fact and the nature of relationship. സേവ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള മെച്ചങ്ങൾ, നമുക്കുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സേവ് ടൈം ആൻഡ് എഫേർട്ട്, നമുക്ക് ടൈമും അതുപോലെ എഫേർട്ടും സേവ് ചെയ്യാം. അതുപോലെ ഫെസിലിറ്റേറ്റ് ദ ഡിറ്റർമിനേഷൻ ഓഫ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സുകൾ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെ, മീഡിയം, മോഡ്, മീഡിയൻ, ക്വാർട്ടൈൽസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷസ് ട്രെൻഡ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ്, നമുക്ക് പാസ്റ്റ് പെർഫോമൻസിൻ്റെ ട്രെൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും കഴിയും. ഓക്കെ, ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാംസ്, ഡയഗ്രാമത്തിൻ്റെ ഹെൽപ്പോട് കൂടി ആൻഡ് ഗ്രാഫ് ദ റിസർച്ചർ ക്യാൻ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് റീഡർ ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ലാർജ് മാസ് ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഒരു ലാർജ് ഡാറ്റയെ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂമറിക്കൽ ഡാറ്റയിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡാറ്റ ആക്കിയിട്ട് മാറ്റുന്നു ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് ദ മെത്തേഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് സിമ്പിൾ ബാർ ഡയഗ്രാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ബാർ ഡയഗ്രാം, അതുപോലെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ്ഡിവൈഡ് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം ആൻഡ് സ്ട്രക്ചറൽ ഡയഗ്രാംസ്. ഗ്രാഫിക് ഡിസ്കസ്ഡ് ഗ്രാഫ് ടൈം സീരീസ്, ഹിസ്റ്റോഗ്രാമും ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഹിസ്റ്റോഗ്രാം ഫ്രീക്വൻസി പോളിഗൺ ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കീപ്പ് ഇൻ മൈൻഡ് ബേസിക് പ്രിൻസിപ്പിൾസ് വൈൽ യൂസിങ് ദ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ് ഫോർ പ്രസൻറ്റിംഗ് ദ ഡാറ്റ. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് കീവേഡ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ബാർ എന്ന് പറയുന്നത് എന്താണ്, ഈസ് തിക്ക് ലൈൻ where the length of the bar should be proportional to the magnitude of the variable they represent. അതായത് ഒരു കൃത്യമായിക്കൊണ്ടുള്ള പ്രൊപ്പോർഷനിൽ കൃത്യമായിട്ടുള്ള ലെങ്ത്തിൽ തിക്ക് ലൈനിലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡായിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാർ എന്നുള്ള വേർഡ് അറിയപ്പെടുന്നു. ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റ മേ പ്രോഗ്രസ് ഫ്രം വൺ ക്ലാസ് ടു ദ നെക്സ്റ്റ് വിത്തൗട്ട് ബ്രേക്ക് ആൻഡ് മേ ബി എക്സ്പ്രസ്ഡ് ബൈ എയ്തർ ഫ്രാക്ഷൻ ഓർ ഓൾ നമ്പർ. അതായത് ഒരു ഡാറ്റ മറ്റു ഡാറ്റയിലോട്ട് പോകുന്നു, നെക്സ്റ്റ് വിത്തൗട്ട് ബ്രേക്ക് ഇല്ലാതെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകുന്നതിന് നമ്മളെന്ത് പറയും, കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയും. ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റ ഡു നോട്ട് പ്രോഗ്രസ് ഫ്രം വൺ ക്ലാസ് ടു നെക്സ്റ്റ് വിത്തൗട്ട് ബ്രേക്ക് ഇല്ലാതെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകുന്നില്ല. അത്തരം ക്ലാസ്സിന് നമുക്ക് എന്ത് പറയാം, ഇത്തരം ഡാറ്റ എന്ത് പറയാം, ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയാം. വേർ ക്ലാസ്സസ് റെപ്രസെൻറ്റ് ഡിസ്റ്റിൻറ്റ് കാറ്റഗറീസ് ഓർ കൗണ്ട് ആൻഡ് മേ ബി represented by all numbers only. Okay, then false baseline, a line that drawn between the origin point 0 and the first by breaking y-axis in the case of histogram, and the scale of y-axis does not start at 0.
Then flow chart present the information which flow through various situations to the ultimate point. Frequency polygon, a line graph connecting a midpoint of each class in the ഡാറ്റ സെറ്റ്. അതായത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡ് പോയിൻറ്റിനെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സംഭവമാണ് എന്ത് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് എടുക്കുന്നു. ദെൻ ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഓഫ് ടൈം സീരീസിൻ്റെ ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം എ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കമ്പോസ്ഡ് സീരീസ് ഓഫ് series of rectangle each proportional in width to a range of class interval and the proportional height to the number of observation falling in the class. Then organizational chart, a diagram especially designed to show the structure of the organization. Then ogive, a graph of cumulative frequency distribution. Cumulative frequency distribution graph എന്ന് പറയുന്നതാണ് ogive. And pie diagram, a circle divided into slices shown the relative areas of various component of the variable. Then structural diagram display the structural data qualitative in the form of chart. അപ്പം ഇത്തരം കീവേഡ്സുകളാണ് നമ്മളിതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മളിതിൻ്റെ ഓരോ ഗ്രാഫും എങ്ങനെയാണ്, അത് ടാബിൾ എങ്ങനെയാണ്, അതുപോലെ ചാർട്ട് എങ്ങനെയാണ് നല്ല കൃത്യമായിക്കൊണ്ട് അനലൈസ് ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.